തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഡോക്യുമെൻ്റാണ് എന്നൊരു കൺസെപ്റ്റാണ് മുമ്പ് ഉണ്ടായിരുന്നത്. അതിന് യഥാർത്ഥത്തിൽ പൊളിച്ചെഴുതിയത് LDF ആണ്, ഇടതുപക്ഷമാണ്. ഒന്ന് 3000 രൂപ പെൻഷനാക്കും, പിന്നെ KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ നമ്മളതിൽ കണ്ടു. ആലോചിക്കണം, ഒരു വിജിലൻസ് കമ്മീഷനെ, ഒരു സ്വതന്ത്ര വിജിലൻസ് കമ്മീഷനെ കൊണ്ട് അന്വേഷണം നടത്തിയാലും ആദ്യം ജയിലിൽ പോകുന്നത് വയനാട് ഫണ്ട് തട്ടിപ്പോയി അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരിക്കും. ഇപ്പോൾ UDF ആയിരുന്നപ്പോൾ ഓരോ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെൻറ് അത് ഒറ്റക്കെട്ടായിട്ട് ഭരിക്കുന്നു. ജയേന്ദ്രൻ കല്ലിങ്കൽ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന് ഏറെക്കാലത്തെ സർവീസ് ജീവിതത്തിന് ശേഷം ഇപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രകടന പത്രികകളെല്ലാം വന്നു, അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകളായി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, കോൺഗ്രസ് ആദ്യം ഒരു 5 പരിപാടികൾ പറഞ്ഞു. അതിൽ ഒരു രീതിയിലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയും. എന്നാലും പ്രായോഗികതയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് 3000 രൂപ പെൻഷനാക്കും, പിന്നെ KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ നമ്മളതിൽ കണ്ടു. അപ്പോൾ അവരുടെ ഒരു ഭരണകാലഘട്ടത്തിൽ ഏറ്റവും അവസാനം UDF ഭരിച്ചത് 10 വർഷം മുമ്പാണ്, 1116. 11 തൊട്ട് 16 വരെ. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് മൊത്തമുള്ള UDFൻ്റെ ഭരണകാലഘട്ടത്തിലുള്ളതിൽ ആകെ ഏതെങ്കിലും ഒരു സമയത്ത് പെൻഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭരണകാലഘട്ടത്തിലെ ഒരു 100 രൂപയുടെ പെൻഷൻ വർധനവിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് UDF നടത്തിയത്. ഞാൻ ആവർത്തിക്കട്ടെ, 100 രൂപയുടെ വർധനവിൻ്റെ പ്രഖ്യാപനം. ഈ 100 രൂപ വർദ്ധിപ്പിച്ച് ഒരാൾക്കും കൊടുത്തില്ല, അതുവരെ കിട്ടിയിരുന്ന 500 രൂപയും കൊടുത്തിട്ടില്ല. അങ്ങനെ 600 രൂപയായിട്ട് പ്രഖ്യാപിച്ചതല്ലാണ്ട് ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. ആ ആളുകൾ ഇപ്പോൾ 3000 രൂപ കൊടുക്കും എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ അതിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? സാറേ, ഈ UDFൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അതൊരു ഹാസ്യമാണ്. 2011 പ്രകടന പത്രിക, നമ്മളിപ്പോൾ അതിന് മുമ്പ് അവരെപ്പോഴാണ് ഭരിച്ചത് എന്നാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. 2011 മുതൽ 16 വരെയാണ് UDFൻ്റെ ഭരണം, ഉമ്മൻചാണ്ടിയുടെ ഭരണം നമ്മുടെ നാട്ടിൽ അനുഭവിച്ചത്, നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചത്. 2011 ഒരു പ്രകടന പത്രിക അവർ പുറപ്പെടുവിച്ചിരുന്നു. ആ പ്രകടന പത്രികയിൽ എന്തെങ്കിലും 16 വരെ നടപ്പിലാക്കാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കണമെങ്കിൽ 2011 പ്രകടന പത്രിക നമുക്ക് എവിടെയെങ്കിലും വേണ്ടേ? അവരെ വെബ്സൈറ്റ്, KPCCയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് 2011 പ്രകടന പത്രികയെ ഇല്ല, വെബ്സൈറ്റിലില്ല. ഈ വയനാടിൽ ആപ്പ് മുക്കിയതിൻ്റെ കഥ ഇപ്പോൾ നമ്മളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. വയനാടിലെ ഫണ്ട് പിരിക്കാൻ വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കി, ആപ്പ് മുക്കി. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ ഇല്ലാതാക്കുക അവരുടെ രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതൊന്നും നടപ്പിലാക്കാനല്ല അവർ പറയുന്നത്. LDF അങ്ങനെയല്ല. LDF നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പുറപ്പെടുവിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിന് വരുന്ന പോലും പ്രോഗ്രസ് റിപ്പോർട്ടും കൊണ്ടാണല്ലോ. ഇത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. അവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനമൊന്നും പറയാൻ പറ്റില്ല, കപടമായ വാഗ്ദാനങ്ങൾ മുമ്പിൽ വയ്ക്കുന്നല്ലോ. അതായത് 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കണം. ഈ പണം കൊടുക്കുന്നത് പ്രത്യുൽപാദന മേഖലയ്ക്ക് ഉപയോഗപ്പെടില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരും കൂടി ഇരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതല്ല വീട് വയ്ക്കുന്നത്, അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രിക എപ്പോഴും ഇത്തരത്തിലുള്ള ചില ജനങ്ങളെ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ആ സമയത്ത് വോട്ട് നേടാൻ വേണ്ടിയുള്ള ചെറിയ പൊടിക്കൈ മാത്രമാണ്, അല്ലാതെ നടപ്പിലാക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ഇല്ലാതാവാൻ കാരണം UDFൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. അല്ല, കള്ളബളി വരും എന്നുള്ളതുകൊണ്ടാണ്. 2011 അവരെന്ത് പറഞ്ഞു, 2016 നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മളിപ്പോൾ തിരിച്ചു ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ ഇപ്പോഴത്തെ പ്രവർത്തനം പോലെ ഈ നുണയും കള്ളവും കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോകുന്നത്. ഈ ഇപ്പം പുറപ്പെടുവിച്ചതും അതുപോലത്തെ ഒരു സംഗതിയാണ് എന്നുള്ളത്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമാണത്. അത് വെളിവാകുന്നതാണത്. ഞാൻ ഈ ഒരു ഇനത്തിൽ 45 രൂപയിൽ തുടങ്ങിയ പെൻഷൻ ഇപ്പോൾ 2000 വരെ എത്തി. നമ്മളവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് 600 രൂപയ്ക്ക് ഞങ്ങളാണെന്നാണ് പറയുന്നത്. അത് കൊടുത്തില്ല എന്നുള്ള നമുക്കെല്ലാം അറിയാം. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 45 രൂപ പ്രഖ്യാപിച്ച തൊട്ട് 2000 വരെ ആയതിൽ ആകെ UDF പ്രഖ്യാപിച്ചത് ഒരു 100 രൂപയുടെ വർധനവാണ്. അത് അവർ കൊടുത്തിട്ടില്ല. 18 വർഷം കുടിശ്ശികയാക്കിയിട്ട് LDF അത് കൊടുത്തു തീർത്തു. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളെ ഒരിക്കലും കോൺഗ്രസ് ഗൗരവതരമായ ഒരു കാര്യമായി കാണുന്നില്ല. പക്ഷേ താങ്കളിപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, ഇവിടെ ഓരോ വർഷവും ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കുന്നു. ആ പ്രോഗ്രസ് കാർഡ് എന്താ പറയുന്നത്? ആ പ്രോഗ്രസ് കാർഡ് പറഞ്ഞത് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അവയിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് ഓരോ വർഷവും കൃത്യമായി പറഞ്ഞു. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കത്തില്ലേ ഈ ഒരു തുടർ ഭരണം
യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ സമയത്ത് കിട്ടിയത്? അതിനകത്ത് സ്വാഭാവികം നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഡോക്യുമെൻ്റാണ് എന്നൊരു കൺസെപ്റ്റാണ് മുമ്പ് ഉണ്ടായിരുന്നത്. അതിന് യഥാർത്ഥത്തിൽ പൊളിച്ചെഴുതിയത് LDF ആണ്, ഇടതുപക്ഷമാണ്. LDF പറഞ്ഞു നമ്മൾ എന്താണ് വാഗ്ദാനം പറയുന്നത്, എന്താണ് വാഗ്ദാനം ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്, ആ വാഗ്ദാനം, ആ മാനിഫെസ്റ്റോ അനുസരിച്ച് നമ്മൾ ഫണ്ട് നടത്തും, അതിൻ്റെ അക്കമിട്ട് ഓരോന്നായി നടപ്പിലാക്കും എന്നുള്ളത്. അതൊരു പിന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യം ഉയർത്തുന്നതാണ്. അപ്പോൾ അതാണ് LDF ചെയ്യുന്നത്. മറ്റവരങ്ങനെ അല്ല. മറ്റവർ ഇത് പറഞ്ഞാൽ ഈ അമരത്ത് വയ്ക്കാതെ നമ്മൾ പറയുമല്ലോ, ഇത് ആദ്യം പ്രഖ്യാപിക്കും. ആലോചിക്കണം, LDFൻ്റെ പ്രകടന പത്രിക വന്നതിൻ്റെ അകത്ത് ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്, 3 വികസന ജാഥകളുടെ ചർച്ച നടത്തി, അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്, അച്യുതമേനോൻ ഫൗണ്ടേഷൻ നടത്തിയ വികസന കോൺക്ലേവ് നടത്തിയ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പഠനം നടത്തി ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം, ഇപ്പോൾ ഉള്ള തുടർച്ച എങ്ങനെ മുന്നോട്ട് പോകണം, അത് വ്യക്തമായി പഠിച്ചാണ്. ഇതങ്ങനെയല്ല. ഇതെവിടെ ഇരുന്നൊരു ഒരു ക്ലാർക്ക് എഴുതി കൊടുത്ത 3000 രൂപ. ആലോചിക്കണം, ഏറ്റവും വലിയ വിറ്റ്, ഒരു വിറ്റെന്ന് പറയുന്ന വാക്ക് നമ്മൾ ഈ തെക്കൻ തിരുവിതാംകൂറിലെ വാക്കാണ്, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. ആലോചിക്കണം, ഒരു വിജിലൻസ് കമ്മീഷനെ, ഒരു സ്വതന്ത്ര വിജിലൻസ് കമ്മീഷനെ കൊണ്ട് അന്വേഷണം നടത്തിയാൽ ആദ്യം ജയിലിൽ പോകുന്നത് വയനാട് ഫണ്ട് തട്ടിപ്പോയി ഈ അതിൻ്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിരിക്കും. ഓരോന്നായി എടുത്താൽ പ്രതിപക്ഷത്തിരുന്ന് കൊള്ള നടത്താൻ എങ്ങനെ കഴിയുമെന്ന് പഠിച്ചവരാണ് UDFൻ്റെ നേതാക്കന്മാർ. അപ്പോൾ അതിന് ശരിക്കൊന്നുമില്ല. കേരളത്തിലെ ജനത ഒരിക്കലും UDFൻ്റെ പ്രകടന പത്രികയെ വിശ്വസിച്ച് അവർക്ക് വോട്ട് ചെയ്യുന്നു. മറ്റു പലതും കാണും, പ്രകടന പത്രികയെ വിശ്വസിച്ച് അവർ വോട്ട് ചെയ്യില്ല. ജയചന്ദ്രൻ അങ്ങനെ കോൺഗ്രസിനെ ചെറുതാക്കി കാണാൻ പ്രതിപക്ഷത്തിരുന്ന് എങ്ങനെ കൊള്ള നടത്താൻ പറ്റുമെന്ന് ഇതിനേക്കാൾ ഭംഗിയായി കാണിച്ചത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ നിയമസഭാ സീറ്റ് കോൺഗ്രസ്സുകാർക്ക് 7 കോടി കൊടുത്തിട്ട് സീറ്റ് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞവരാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കളെല്ലാമാണ് പ്രതിക്കൂട്ടിൽ. FIR വന്നു നോർത്ത് അവന്യൂ കോടതിയിൽ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടെ FIR ഫയൽ ചെയ്തിരിക്കുന്നു. ആരൊക്കെയാണ്? രാഹുൽ ഗാന്ധി, AC വേണുഗോപാല്, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഈ തുടങ്ങിയ നേതാക്കളുടെ ഒക്കെ അവർക്ക് വേണ്ടി അവരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരോ PSമാരോ പണം വാങ്ങിയെന്നുള്ളതിന് തെളിവുകളാണ്. അല്ല, മാത്രമല്ല സാർ, അതിനകത്ത് വേറെ ഒരു പ്രശ്നങ്ങളുള്ളത്, മലയാളികളെ മൊത്തം ഈ ഉത്തരേന്ത്യൻ സമൂഹത്തിനകത്ത് കള്ളന്മാരെ അവതരിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇവർ പലയിടത്തും ഇതിന്റെ ചുമതലയായിട്ട് പോകുമല്ലോ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ഈ പണം വാങ്ങാനാണ് എന്ന്. ആരും നാണക്കേടാണ്, മലയാളിക്ക് നാണക്കേടാക്കിയവര്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു രീതിയിലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഈ സ്റ്റേറ്റ്. ഇവർ പോയവരിടത്തും ഈ വടക്കേന്ത്യയിലെങ്ങും ആരും ജയിച്ചിട്ടില്ല. ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സ്ഥലത്തും ജയിച്ചിട്ടില്ല. ഇപ്പം ജയിക്കും, ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ ഇതിലും പറഞ്ഞിരുന്ന മധ്യപ്രദേശും രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലും ഹിമാചൽ ഈ പറയുന്ന രീതിയിലല്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നേതാക്കൾ പോകുമ്പോൾ നമ്മൾ കരുതിയിരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ നേതാക്കൾ ദേശീയ തലത്തിൽ അംഗീകാരമുള്ളവരാണ്. അപ്പോൾ ഇവരൊക്കെ പോകുന്നത് എന്തിനായിരുന്നു എന്ന് ഇപ്പം ഈ കോടതിയിൽ വന്നിരിക്കുന്ന FIR വന്നപ്പോഴാണ്. അതിനകത്ത് ഇതിലെല്ലാം ആളിനെ നിയമിക്കുന്നത് KC വേണുഗോപാലാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം കമ്മീഷൻ KC വേണുഗോപാലിന് കിട്ടുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ KC വേണുഗോപാലിൻ്റെ കീ പോയിന്റ്, അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊരു ചർച്ചയല്ലാത്തോണ്ട് പറയുന്നില്ല. സ്ഥാനാർത്ഥിയുമല്ല. ഇപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴാണ് പിന്നെ ഇതിനകത്തൊരു കോപ്പിയിങ് ഉണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷം ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴാണ് UDFന് ആ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഇപ്പോൾ ഒരു കാര്യമാണ്, കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് 1000 രൂപ കൊടുക്കും. അങ്ങനെ ഒരു കാര്യം പ്രാവർത്തികമാക്കിയത് ചരിത്രത്തിൽ ആദ്യമായി LDF ആണ്. 500 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം. ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം. ഭരണഘടന പറയുന്നത് 10ാം ക്ലാസ് സൗജന്യ ഇത് ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുകയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 500 രൂപ കൊടുക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇവര് 1000 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്താൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇവർ KSRTC ഇനി കൊണ്ടുപോകാനേ കഴിയില്ല, ഇത് പൂട്ടേണ്ടി വരും. നിയമസഭയിൽ പ്രഖ്യാപിച്ചു, രേഖകൾ ഇപ്പോഴും വെളിയിലുണ്ട്, അതിൻ്റെ പ്രസംഗം വരെ വെളിയിലുണ്ട്. KSRTC ഇനിയില്ല. KSRTC ഉറപ്പായിരുന്നല്ലോ, അവരുടെ ഭരണകാലം തുടർന്നിരുന്നെങ്കിൽ KSRTC ഉണ്ടാവില്ലായിരുന്നു. KSRTCയെ കട്ടപ്പുറത്താക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ആകെ ഒരു പൊള്ളത്തനം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തന്ത്രം, അത് കേരളത്തിലെ വോട്ടർമാർ തള്ളിക്കളയുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കാര്യത്തിനകത്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2 ടേമായി കാണിക്കുന്നത്, നമ്മൾ മാനിഫെസ്റ്റോയിൽ എന്തു പറയുന്നു ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഓരോ സമയത്തും. അങ്ങനെയാണ്. ഇപ്പം നീതി നടന്നാൽ മാത്രം പോരാ, നീതി നടക്കുന്നു ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ഒരൊറ്റ യജമാനൻ വരെ ഉള്ളൂ, അത് ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇന്നതാണ്, ഞങ്ങൾ ഇന്നത് ചെയ്തിരിക്കുന്നു, ബാക്കി കാര്യം ഇന്ന സമയത്ത് ചെയ്യും എന്ന് പറയുന്ന ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് ഈ ഭരണ തുടർച്ച വരാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അതന്നെ അത് മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കൊടുക്കുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ജനങ്ങളോട് കടമ നിർവഹിക്കുന്ന യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അത് നമ്മൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, അത് റെക്കോർഡിക്കലായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വിജയിച്ചു. അത് തന്നെയാണ് തുടർഭരണം കിട്ടിയത്. അടുത്തുള്ള തുടർഭരണം വരാനുള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമങ്ങളെല്ലാം പറയുന്നതിന് കാരണം ഇത് തന്നെയാണ്. പറയുന്ന വാക്കിന് വില, അതൊരു അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അത് പാലിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ പുറപ്പെടുവിച്ച പ്രകടന പത്രിക നമുക്ക് കാണുന്നതിന് വളരെ മാതൃകാപരവുമാണ്. നമ്മൾ പല നിലകളിൽ പരിശോധിച്ചാൽ. അല്ല, അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നത് പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ആരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇപ്പോൾ ഒരു മുന്നണി ഒരു കാര്യം പറഞ്ഞാൽ നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കഴിവും ആർജവും ആ ഗവൺമെൻറ്റിന് വേണം. അതിന് നേതൃത്വം വേണം. ഒരു നേതൃത്വം. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ആ വലിയ വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കത്തിലോ കൊറോണയുടെയോ സമയത്ത് ഒരു UDF ഗവൺമെൻറ് ആയിരുന്നു, എന്ത് സംഭവിക്കും? വളരെ കൃത്യമാണ്. നമുക്കിവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു ടീം വർക്ക് നടന്നതുകൊണ്ടാണ് ഒരാൾക്ക് പോലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കൊറോണയെ നേരിടാൻ കഴിഞ്ഞത്. ലോകം മുഴുവൻ ഞെട്ടിത്തെരിച്ച് നിന്നപ്പോൾ ഒരാളെ പോലും ഉപേക്ഷിക്കാതെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞത് ആരോഗ്യവകുപ്പിൻ്റെ മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിഭാഗങ്ങളും. ഇനി പാവപ്പെട്ടവൻ വീട്ടിലുണ്ടോ, അവന് കൊണ്ട് മരുന്ന് കൊണ്ട് കൊടുക്കുന്നു. ഭക്ഷണമില്ലേ, ഭക്ഷണം എല്ലാം അടച്ചിട്ടില്ലോ മോദി ഇതൊക്കെ അടച്ചിട്ടിട്ട് വടക്കേണ്ടിയിൽ നിന്ന് പാട്ട കൊട്ടി. കോവിഡ് കാലത്ത് നമ്മളെന്താ ചെയ്തേ? മോഡി അവിടെ പാട്ട കൊട്ടിയപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവന് മരുന്ന് കൊടുത്തു, വീട്ടിലിരിക്കുന്നവന് ജോലിക്ക് പോകാൻ മേലാത്തവന് ഭക്ഷണം കൊടുത്തു. കോവിഡ് വന്നവനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവനെ സെക്യൂറായിട്ട് ഇരുത്തി, രോഗം പകരാത്ത രീതിയിൽ അവനെ നിർത്തി ചികിത്സിച്ച്, എന്തിന് അവൻ്റെ ശവോടൊക്കെ പോലും കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്താൻ കഴിഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അതുപോലെ ഗവൺമെന്റ് കഴിഞ്ഞു. അതൊരു ഈ ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ഈ ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ വേണ്ടി കൊച്ചി, എടമണ്ണും, കൊല്ലം, പുനലൂരും ഹൈ ടെൻഷൻ ലൈനുകളുടെ അതുമായി ബന്ധപ്പെട്ട പവർ ഗ്രിഡ് ഇടനാഴികൾ, ഇതൊന്നും ഒരിക്കലും UDFന് സ്വപ്നം കാണാൻ കഴിയില്ല. ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിന് മുമ്പ് കൊണ്ടുവന്ന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടും ഉമ്മൻചാണ്ടിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ LDF ഗവൺമെൻറ് ആലോചിക്കണം. ഈ പദ്ധതികളിലെല്ലാം ദേശീയപാത വികസനത്തിന് ഇത്രയും കാലം ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് പണം മുടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മൾ നമ്മുടെ പണം മുടക്കി ആലോചിക്കണം. അത്രയും ആ നിലയിൽ അതിനെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് അത് കഴിയില്ല. അതാണ് ജനങ്ങൾ തുടർഭരണത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മളെല്ലാം ആലോചിക്കുമ്പോൾ മെയിനായി മുന്നിലുള്ളത് അത് തന്നെയാണ്, ആ ഇച്ഛാശക്തിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ UDF ആയിരുന്നപ്പോൾ ഓരോ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെൻറ് അത് ഒറ്റക്കെട്ടായിട്ട് ഭരിക്കുന്നു. അങ്ങനെ ഏകോപിപ്പിച്ചുള്ളൊരു ഭരണവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇറക്കുന്ന മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം, ഇതായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇത്തവണ വിജയത്തിലേക്ക് നയിക്കുന്നതിന് എന്ന് നമുക്ക് മനസ്സിലാക്കാം.